എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമുള്ള മുട്ട പോലും പുഴുങ്ങണ്ട, ഉള്ളി പോലും വഴറ്റണ്ട, ഉള്ളി വഴറ്റാതിരിക്കുന്ന നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ആണെന്ന് ഇപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, വെറുതെ പറയുമല്ല. നമ്മുടെ സാധാരണ മെത്തേഡൊക്കെ തന്നെയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 4 മീഡിയം സൈസിലുള്ള സവാളയുള്ളി വേണം. തീരെ ചെറുതായതുകൊണ്ട് ഞാൻ 5 എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും വേണം. ഇത് കൂടാതെ 4 പച്ചമുളക് വേണം. ഇത് 3 ആദ്യവും 1 ലാസ്റ്റ് ചേർക്കാനുമാണ്. പിന്നെ ഒരു അരമുറി തക്കാളിയും വേണം. 5 മുട്ടയ്ക്കുള്ള അളവാണ് നമ്മൾ പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് ചെറിയ 2 പൊട്ടാറ്റോയും ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ഈ മുട്ടക്കറിയും തയ്യാറാക്കുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 3 ഗ്രാമ്പു, 1 ഏലയ്ക്ക, 1 നുള്ള് പെരിഞ്ജീരകം, 1 കഷ്ണം പട്ട, ഇതുകൂടാതെ 1 ബേ ലീവ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നല്ല മണം വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിൽ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം, ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 10 മുറിച്ചിട്ടാണ് നമ്മൾ സവാളയുള്ളി അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ 1 വീസിലാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തു വെക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 10 കശുവണ്ടി ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച ഒരു പച്ചമുളകും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇതിത്രയും കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആവി പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴൻ്റെ പോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതൊന്ന് ചൂടായി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 മുറി തക്കാളി ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ, കശുവണ്ടിയും പച്ചമുളകും കൊണ്ട് അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സി കഴുകിയ വെള്ളമാണ് ചൂടാക്കി ചേർത്ത് കൊടുത്തത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ നല്ലൊരു മണവും കറിയുടെ ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് കുക്കറിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. 5 മുട്ടയാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. കറി തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇളക്കൊന്നും ചെയ്യരുത്, അതങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 5 മിനിറ്റ് ആകുമ്പോൾ അടിക്ക് പിടിക്കുന്നുണ്ടോ എന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കണം. കുക്കായിട്ടുണ്ടോ എന്നും കൂടി നോക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഒഴിച്ച പോലെ തന്നെ അതേ ഷേപ്പിൽ അത് കുക്കായോടെ ഇരിപ്പുണ്ട്. അപ്പോൾ 5 പേർക്കുള്ളതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 5 പോർഷനിൽ കിട്ടും. ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള അടിപൊളി മട്ടൺ സ്റ്റൂവിൻ്റെയും പുലാവിൻ്റെയും ചിക്കൻ കറിയുടെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് താളിച്ചു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ചൂടാക്കാം. അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഞാൻ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിയുള്ള പച്ചമുളക് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് താളിച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പൊട്ടിച്ചൊഴിച്ച കുറുമ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ തന്നെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി ഈസ്റ്റർ. ബൈ.